ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു കിടുക്കൻ റെസിപ്പി ആയിട്ടാണ്. അത് ചില ആൾക്കാരെല്ലാം അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ വകയിൽ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. ചോറ് കൊണ്ട് ബാക്കിയാവുന്ന ചോറായാലും മതി, അല്ല ഫ്രഷായിട്ട് നമ്മൾ ചോറ് വാർത്തിട്ടുള്ള ചോറായാലും മതി, ഏത് ചോറായാലും ശരി. ചോറ് ഒരു 2 കപ്പ് ചോറ്, വലിയ കപ്പിൽ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നല്ലോണം വെള്ളമൊന്നും കൂട്ടാണ്ട് അടിക്കണം. അടിച്ചതിന് ശേഷം 1 കപ്പ് തരി റവ, 1 കപ്പ് റവ, അതും അതിലടിക്കണ്ട, അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചാൽ മതി, അടിക്കണ്ട, ഇത് മാത്രമേ അടിക്കണ്ട. ഒരു അരക്കപ്പ് തൈര്, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് സമയം വെക്കണം. തരി ഉള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ചുടാൻ പാടില്ല. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മിക്സീൻ്റെ ജാറിൽ ചോറിടുക. ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുക്കുക. ഇത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. കുറച്ച് ഉപ്പ് ചേർക്കണം ഇതിൻ്റെ കൂടെ. ഇതൊരു വട രൂപത്തിലാണ് വരിക, ഞാൻ കാണിച്ചു തരാം. ഇത് മിക്സിയിൽ നിന്ന് എടുത്ത ചോറാണ്. അതിൽ 1 കപ്പ് തരി, ഇത്രയേ വേണ്ട. റവ, 1 കപ്പ് റവ, ഒരു അരക്കപ്പ് തൈര്, ചെറിയൊരു സവാള ചെറുങ്ങനെ അരിഞ്ഞിട്ടതാണ്, ഒരു 3 പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, ഇത് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അടിച്ച് വെച്ചതാണ് ചോറ്. അതിൻ്റെ കൂടെ ഇതെല്ലാം ചേർത്ത് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തരി ഇട്ടത് കൊണ്ട് ഒരു 10 മിനിറ്റ് ഇത് പൊതിരണം. കുറച്ച് വെള്ളം, അധികം ലൂസാകാൻ പാടില്ല. ഇത് വട പോലെയാണ്. ഇതിനെ കൊണ്ട് ചുട്ട് കഴിഞ്ഞാൽ ഉഴുന്ന വട മാതിരി ഉണ്ടാവും കഴിക്കാൻ നോക്കുമ്പോൾ. ഇപ്പം ഇങ്ങനെ 10 മിനിറ്റ് ഇതിങ്ങനെ ഇവിടെ മൂടി വെക്കുക. പിന്നെ ഇനി ചൂടാൻ നോക്കുമ്പോൾ കാണിച്ചു തരാം. പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ അതിലൊഴിക്കുക. എണ്ണ നല്ല ചൂടായാൽ ഇത് ഈ കൂട്ട് അതിൽ ഇടുക. വടേൻ്റെ പരുവത്തിൽ, വടമാതിരി ആയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഷേപ്പ് പോലെ ഇടുക. ഇതിലിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. ഒരു എണ്ണയ്ക്ക് കണക്കായിട്ട് കുറച്ച് ഇട്ടിടുക. എണ്ണ പാകത്തിന് ചൂടാകുന്നവരെ എന്നിട്ട് എണ്ണ ലെവലായി കഴിഞ്ഞാൽ മതിയാകും. ഇനി ഇത് നല്ലോണം ആകുന്നതിന് മുമ്പ് തിരിച്ചിടണം. കുറച്ചും കൂടി നല്ല ഇതായി കഴിഞ്ഞാൽ ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കുക.
നന്നായിട്ട് തിരിച്ചിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നവരെ ഇതപ്പുറം തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല നിറം വരുന്നവരെ ബ്രൗൺ നിറം ആകുന്നവരെ കരിയാതെ കണ്ട് അധികം സ്പീഡിൽ ഹൈ സ്പീഡിൽ വേണ്ട കുറച്ച് സിമ്മാക്കി അത് ഉള്ളു വേകണം. അതുകൊണ്ട് കുറച്ച് സിമ്മാക്കിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ല ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇത് ഓരോന്നായി കോരിയെടുക്കുക. അധികം കരിയാൻ ഇടവരാതെ കണ്ട് നന്നായിട്ട് കോരിയിടുക. ഇപ്പോൾ എണ്ണ അധികം സിമ്മാക്കി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെ ഇപ്പോൾ വേഗം വേഗം കോരിയെടുക്കണം. ഓരോന്നായിട്ട് വേഗം കോരി. ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വട നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ചൂടിൽ തന്നെ ആകുമ്പോഴാണ് അത് എടുക്കുന്ന സുഖം. ഇപ്പോഴാണ് എടുക്കേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. തിന്നാൻ നല്ല ക്രിസ്പി ആയിരിക്കും. പുറമെ ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈസിയാണ്. ഷേപ്പൊന്നും വന്നിട്ടില്ലെങ്കിൽ വെറുതെ ഉരുട്ടിയിടുന്നവരെ ബോണ്ട പോലെ ആക്കിയിട്ട് ഇടാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറല്ലേ, ചോറിനെ കൊണ്ടുള്ള അപ്പാന്ന്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോറിനെ കൊണ്ട് ഒരു മുറുക്ക് ആക്കിയിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് ഇതേമാതിരി തന്നെ ചോറിനെ കൊണ്ട് മുറുക്കാക്കിയതാണ്. എല്ലാവരും പോയി അത് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഒന്ന് അമർത്തുക. ഈ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.